എന്തൊക്കെ വന്നാലും നമ്മൾ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആ കോളനി വരെ പോയി അവനവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടു വാ. ബൈക്കിൽ പെട്രോളിങ്ങിന് പോയ നമ്മുടെ ആളുകളെ അവൻ തെറി വിളിച്ചു. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ആ വഴിക്ക് പോ. ആ ശരി, എന്തായാലും ഒന്ന് നോക്കിയത്. സാർ, ആ പയ്യന്മാർ പുറത്ത് നിൽപ്പുണ്ട്. ഇനി വിളിക്ക്. നിങ്ങളിങ്ങ് വന്നേ. നിങ്ങൾ പുറത്തേക്ക് പോ. ശരി സാർ. വാ വാ. എന്താണ് കലാകാരന്മാർക്ക് പറയാനുള്ളത്? നിന്റെ പേരാണോ പ്രശാന്ത്? നിന്റെ ഫോൺ നമ്പറാണ് ആദ്യം ഫോട്ടോ ഇട്ടിരിക്കുന്നത്, അതും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിന്റെ റിപ്പോർട്ടാണിത്. എടാ, ഇതൊന്നും ഇല്ലാതെ നിന്നോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറയാൻ ഇവിടെ ഇരിക്കുന്നവരുടെ തലേ മോട്ടറൊന്നും ഓടുന്നില്ല. ഉള്ളതുള്ള പോലെ അങ്ങ് പറഞ്ഞു. എന്തറിയാതെ? അറിയാതെ നിങ്ങൾ ഈ സ്ത്രീയുടെ ഫോട്ടോ അവരുടെ ഫേസ്ബുക്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തു. അറിയാതെ അതൊരു നഗ്നചിത്രവുമായിട്ട് മോർഫ് ചെയ്തു, എന്നിട്ട് ഷെയർ ചെയ്തു. അതെ സാർ. അവന്മാരെ ഒന്നിനും വെറുതെ വിടരുത്, എല്ലാത്തിനകത്ത് വൃത്തിയാക്കണം. അവന്മാർ നന്നായി ആലോചിക്കട്ടെ, ചെയ്തത് ശരിയാണോ, ചെയ്തത് തെറ്റാണോ, ശരി അറിയാഞ്ഞിട്ടാണോ. ഇറങ്ങടാ വെളിയിൽ. സാറ് പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങ ഇറങ്ങ സാറേ, എന്റെ ഭാവി. 3 പേരെ ഇറങ്ങ. പണിയായ അളിയാ, അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ട. അതെ, കുഞ്ഞു പയ്യന്മാരാണ്, വലിയ പ്രശ്നമാക്കണ്ടെന്ന് ഞാൻ പറയൂ. നിങ്ങൾ ആലോചിച്ചിട്ട് പറ. അമ്മമാർ കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. ശരി ശരി. സാറാ, വയസ്സായ കക്ഷി പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ആനേർ വാർഡ് നമ്പർ 72 TC 77 സ്ഥിര താമസക്കാരിയാണ്. വിധവയായ ഞാൻ ഒറ്റയ്ക്കൊരു വീട്ടിലാണ്. എൻ്റെ മക്കളിൽ നിന്നും അകന്നാണ് താമസിക്കുന്നത്. എതിർകക്ഷി കഴിഞ്ഞ 30 വർഷമായി എൻ്റെ പരിസരവാസിയാണ്. ഇയാൾ ഞാൻ നടത്തിപ്പോരുന്ന കടയിൽ വരികയും എന്നോട് അപമര്യാദയായി സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി. അതേ ദിവസം രാത്രി എതിർകക്ഷി എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ ഗേറ്റിൽ മുട്ടി എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വരാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാനൊരു വിധവയാണെന്നും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണെന്നും കണക്കിലെടുത്ത് നിലവിലുള്ള പശ്ചാത്തലത്തിൽ ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് താഴ്മ അപേക്ഷിക്കുന്നു എന്ന് വിധേയ പുഷ്പമ്മ. സുധാകരൻ എന്താ പറയാനുള്ളത്? അല്ല സാർ, അന്ന് രാത്രി ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ അവരുടെ കടയുടെ അവിടെ കുറെ ചവറിങ്ങനെ കത്തി കാണും. അതിൽ നിന്ന് തീപ്പൊരി ഇങ്ങനെ പറന്നിട്ട് കുറെ കട്ടള അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലെങ്ങാനും തീ പിടിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോ മനസ്സിലായി വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്നാ തിരിഞ്ഞു പോവാന്ന് ഉദ്ദേശിച്ച് വിചാരിച്ചങ്ങോട്ട് തിരിഞ്ഞപ്പോ താഴെ എന്തോ കല്ലോ എന്തോ കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ തിമിരത്തിന്റെ അസുഖം ഉള്ളതുകൊണ്ട് രാത്രി ചില സാധനങ്ങൾ കാണാൻ പറ്റില്ല സാറ്. അങ്ങനെ അങ്ങനെ തിരിഞ്ഞപ്പോ കാലിന്റെ ബാലൻസ് തെറ്റി ഓടിപ്പോയി പിടിച്ചത് അവരുടെ ഗേറ്റില. അതിനാ സാറേ ഇവരിങ്ങനൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. നിങ്ങൾ പറയുന്ന അത്ര വിശ്വസനീയമല്ലോ സുധാര. അല്ല സാറേ, ഇതാണെന്ന് സംഭവിച്ചത്. അയ്യോ സാറേ, ഇയാൾ എന്റെ ഗേറ്റിൽ പിടിച്ച് നിങ്ങനെ കണ്ട ആൾക്കാരുണ്ട്. അല്ല സാറേ, എന്റെ കാലിന്റെ ബാലൻസ് തെറ്റി ഞാൻ കേറി. സാറേ, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇയാളുടെ സൂക്കേട്. എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് സമ്മതിച്ചില്ല. അന്ന് തുടങ്ങിയത് ഇയാളുടെ സൂക്കേട്. ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഷാജി മുമ്പ് കണ്ടിട്ടുണ്ട് ഇയാൾ ഞങ്ങളുടെ വീടിന്റെ ഷീറ്റിന്റെ മേളിൽ കയറി നിൽക്കണത്. 10 വർഷമായി. അയാളിപ്പം മരിച്ചുപോയി. മരിച്ചവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പറ. കൊച്ചിലെ ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് അറിയാവോ സാറേ? ഇയാളുടെ മോനെ, ഈ പാവം പയ്യന് ഇതൊന്നും അറിയില്ല. ഇയാളുടെ ഈ തരികിട. എന്നിട്ടിപ്പോ അയാളും ഭാര്യയും കൂടെ ഒതുക്കി തീർക്കാൻ നോക്കാം ഈ പയ്യൻ അറിയാതെ. 2-3 ആഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ഇയാൾ എന്നോട് എന്തോന്ന് പറഞ്ഞെന്നറിയോ സാറേ? പുഷ്പമ്മോ, ഒരു മാവിങ്ങെടുത്ത്.
ഇറങ്ങി വാ. എന്തിന് കിടന്ന് പൊളയണത്? ഇറങ്ങിപ്പോയെ. എടി, നീ നോക്കിക്കോ. എന്റെ പേര് സുധാകരൻ എന്നാണെങ്കിൽ ഞാൻ നിന്നെ ചെയ്തിരിക്കും. സാറേ, ഞാൻ ഈ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ആകെ സമ്പാദിച്ചത് കുറച്ച് നല്ല പേര് മാത്രം. ഇയാൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ നാട്ടുകാരത് കണ്ട. സുധാകരൻ, നിങ്ങളൊരു പൂവാലന. സാറേ, അതിന് ഞാൻ നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ഈ പ്രായം, അത് നിങ്ങളുടെ മഹാഭാഗ്യം. നിങ്ങൾക്കെങ്ങാനും പ്രായം കുറവായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഇതൊന്നും ആയിരിക്കത്തില്ല. എടോ, ഈ ടൈപ്പ് ഞരമ്പ് രോഗത്തിന് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന മരുന്ന് വേറെയാ. അതുപോട്ടെ, ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? സാറേ, ഇയാളിനെ എൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു ഉറപ്പ് വേണം. നമ്മൾക്ക് അയൽവാസികളാണ്. ഇവിടെ വെച്ച് അങ്ങ് ഒത്തുതീർപ്പാക്കിയാൽ മതി. നമ്മൾ നാളെ കണ്ടവർ. സാറേ, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഇങ്ങനത്തെ അയൽവാസികളില്ലെന്ന് വിചാരിച്ചാൽ പോരെ. എന്താടേ നീ വനക്കറെ അടിക്കോടേ. ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാം. എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. മേലിൽ ഈ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറില്ല എന്നും മറ്റെന്തെങ്കിലും രീതിയിൽ അവരെ ഉപദ്രവിക്കില്ല എന്നും അവിടെ എഴുതി വെച്ചിട്ട് വേണം പോകാൻ. സാറേ, അതിന് ഞാൻ ഞാൻ തന്നോട് സംസാരിക്കാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഇനി ഞാൻ പറഞ്ഞ മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി. ഇനി മേലാൽ താൻ ഈ സൈസ് പരിപാടിക്കൂടെ വരാനിടയാവരുത്. എടോ, തൻ്റെ പ്രായത്തിൽ ഇത്തരം പരിപാടിയിൽ ഏർപ്പെട്ടല്ല നാറ്റക്കേസാണ്. തനിക്ക് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ ഈ മക്കൾക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ തമ്മിൽ വഴക്കായില്ലേ? ദേ, പറയാനുള്ളതൊക്കെ നിങ്ങളും പറഞ്ഞു, അവരും പറഞ്ഞു. ഇനിയിപ്പോൾ കാര്യങ്ങളങ്ങ് ഒത്തുതീർപ്പാക്കി പോയാൽ പോരെ? ആ മതി സാറേ, ഇനി ഇങ്ങനെ ഉണ്ടാവാതിരുന്നാ മതി. ദേ സുധാര, ഇനി എഴുതി വെച്ചിട്ട് പൊക്കോ. മേലിൽ ഈ വിഷയത്തിൽ തന്നെ ഇവിടെ കാണാൻ ഇടവരരുത്. ഓ അതെ, തന്നെ പ്രായം ഓർത്തിട്ടാ തന്നെ വന്ന കോലത്തിൽ ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. ഓർമ്മ വേണം. ശരി സാർ. ഇങ്ങ് വന്നേ. ആ നടക്ക്. എടാ, നമുക്കൊരു ചായ കുടിച്ചാലോ? നിനക്ക് സങ്കടമായില്ലേ? എന്തിന്? അല്ല, അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ. ആയി, പക്ഷെ ഇപ്പം എന്തിനാ? അച്ഛനായി പോയില്ലേ? ഇതൊക്കെ കൊണ്ടാണ് അവരാ സ്ഥലം ചോദിച്ചപ്പോ തന്നില്ല. പിന്നെ എന്റെ കണ്ണിന്റെ പ്രശ്നം, പൈസയുടെ പ്രശ്നം, അങ്ങനെ ഇതൊക്കെ പുറത്തു വന്ന. എടാ, അച്ഛൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലടാ. പോട്ടെ അച്ഛാ. ആ, ഇനിയിപ്പോ നീ ആ പുതിയ ജോലിക്ക് പോയല്ലോ. ഇനി അച്ഛന്റെ കണ്ണ് പ്രൈവറ്റിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ച് ശരിയാക്കൂലേ? ശരിയാക്കാം. അപ്പോ അച്ഛന്റെ ഇതൊക്കെ അങ്ങ് മാറുമടാ. ശരിയാക്കാം. റാമേ, ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം ആഹാരത്തിന് ശേഷം 200-നടുത്ത് വരുന്ന നമുക്ക് ഇനിയിപ്പോ ഓപ്പറേഷൻ നോക്കിയാലോ? നോക്കാം അച്ഛാ. എൻ്റെ പൊന്നേട്ടാ, ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അവരിതൊക്കെ അറിഞ്ഞാൽ പിന്നെ ചേട്ടനൊന്ന് വിളിച്ചു നോക്ക്. മോളുടെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എടുക്കാറോ? കയറിയിരിക്കും. ഓക്കെ മോളെ, റെഡി? ദേ ഇങ്ങോട്ട് നോക്ക് മോളെ. മുഖത്ത് മൊത്തം ഓയിലാണല്ലോ, ഒന്ന് പൗഡർ ഇട്ടിട്ടോ വന്നേ. ഡാ, ഇവിടെ നിന്ന് കിട്ടുന്നതും അവൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ആ വർക്കെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ ക്യാമറമാൻ ആകാമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ നിന്നെ ഇതിനൊക്കെ സഹായിച്ചത്. സത്യം പറഞ്ഞാൽ ഈ പടത്തിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി അസിസ്റ്റൻ്റായിട്ട് ഞാൻ മടുത്തു. പട്ടിപ്പണിയാണ്. പൈസയാണെങ്കിലും നേരെ ചൊവ്വെ കൈ കിട്ടത്തുമില്ല. ഇതിൽ നിന്നൊക്കെ ഒന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോൾ, ഡേ നീ ഇത് കേൾക്കുന്നുണ്ടോ?
എന്താ മോളെ ഇത്? ദേ മുഖത്ത് മൊത്തം പൗഡർ, അതൊക്കെ തുടച്ചു മാറ്റിക്കേ. ദേ ഉടുപ്പിലും ഒക്കെ ഇട്ട്. എടാ, ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി വന്ന കക്ഷികളാണ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അവന്മാരെന്നാലും ഇങ്ങനെ പണി തരുമെന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എടാ, ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ആ പണിക്ക് പോയത്? ഞാൻ നിനക്ക് കാശ് മേടിച്ചു തരും. നീ ഇപ്പം എവിടെന്നെങ്കിലും ഒന്ന് റോൾ ചെയ്യ്. റെഡിയല്ലേ മോളെ? എടുക്കാം. ആ, കൈ എടുത്തേ. സ്മൈൽ. ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നോട്ടോ. എന്തേ? വെറുതെ കുറച്ച് ദിവസമായില്ല അങ്ങോട്ട് പോയിട്ട്. പോകുമ്പോൾ വെറും കൈ വീശി പോകേണ്ടി വരും. എന്തോ അവിടെ വരെ പോയി വരാൻ തന്നെ ഒരു 10,500 രൂപ വേണ്ടി വരും. അച്ഛൻ്റെ മരുന്നിനും മറ്റൊന്നൊക്കെ ആയിട്ട് ആഴ്ചയിൽ ഒരു 400 രൂപയെങ്കിലും ചിലവുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അന്നോയ വർക്കിനും പൈസ ഒന്നും കിട്ടിയില്ല. പൈസ വാങ്ങിക്കാതാണ് നിങ്ങൾ വന്നത്? പിന്നെ അച്ഛൻ്റെ കണ്ണാപ്രശ്നം നിങ്ങൾ ഏറ്റതോ? ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? പറ്റിപ്പോയി. എവിടെ നിന്നെല്ലാം കുറച്ച് കട ഒപ്പിക്കുക, അതേ വഴിയുള്ളൂ. കടം വാങ്ങാൻ നിങ്ങൾക്ക് ആരാ ഉള്ളത്?